എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിലായത്ത് ബുദ്ധ, വാ വാദ്യർ തുടങ്ങിയ സിനിമകൾ ഉൾപ്പെടെ 20 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ചാമ്പ്യൻ എന്ന സിനിമയെക്കുറിച്ചാണ്. റോഷൻ, അനശ്വര രാജൻ, അവന്തിക എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ചാമ്പ്യൻ. ചിത്രത്തിൽ ദുൽഖർ സൽമാനും ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ജനുവരി 30 നാളെ രാത്രി 12 മണിക്ക് നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഡയറക്റ്റ് OTT റിലീസ് പ്ലാൻ ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസ് ആണ് റോസ്ലിൻ. സിനിമയുടെ ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ ഹോട്ട്സ്റ്റാർ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. വിനീത്, മീന എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന വെബ് സീരീസ് ഫെബ്രുവരി മാസത്തോടെ ആയിരിക്കും OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. RJ ബാലാജി സംവിധാനം ചെയ്ത് സൂര്യ നായകനായെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കറുപ്പ്. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ഏപ്രിൽ 10 ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ വിദേശ രാജ്യത്തെ തിയേറ്റർ ചാർട്ടിംഗ് വർക്കുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ധനുഷ് നായകനായെത്തുന്ന കര സിനിമ കറുപ്പിനൊപ്പം ക്ലാഷ് റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിദേശ രാജ്യത്തു നിന്നും ഡിസംബറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ അനാക്കോണ്ട. ടോം ഗോർമിക്കാൻ സംവിധാനം ചെയ്ത് ആക്ഷൻ അഡ്വഞ്ചർ ജോണറിൽ പുറത്തിറങ്ങിയ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. റെന്റ് ഓപ്ഷനിലാണ് ഈ സിനിമ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജോജു ജോർജ് നായകനായി പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് വരവ്. മാസ് ആക്ഷൻ എന്റർടൈനർ കാറ്റഗറിയിൽ പുറത്തിറങ്ങുന്ന സിനിമയുടെ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി മാസം 20 വരവ് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. അർജുൻ അശോകൻ, ജോജു ജോർജ്, വാണി വിശ്വനാഥ്, മുരളി ഗോപി തുടങ്ങിയവരും ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അരുൺലാൽ രാമചന്ദ്രൻ സംവിധാനം ചെയ്ത് മാത്യു തോമസ്, ദേവിക, സഞ്ജയ്, മണിക്കുട്ടൻ, ജഗദീഷ് എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് സുഖമാണ് സുഖമാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പതംഗ് സൺനെക്സ്റ്റ് OTT അവകാശങ്ങൾ സ്വന്തമാക്കി തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും ഈ ആഴ്ച OTT റിലീസ് പ്ലാൻ ചെയ്യുന്ന സിനിമയാണ്. GVM, കേശവ് ദീപക് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ ജനുവരി 30 സൺനെക്സ്റ്റ് വഴി OTT റിലീസ് ആവും. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജോജു ജോർജ്, വൈഷ്ണവി രാജൻ, ബിജു മേനോൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ക്രൈം, ഡ്രാമ, ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങുന്ന സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന ആഴ്ച ജനുവരി 30 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് സിനിമയുടെ മൂവി ടീം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. മേക്ക് എവറി മൂവ് വിത്ത് കോഷൻ എന്ന ടാഗ്ലൈനോടുകൂടിയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നിവിൻ പോളി, നയൻതാര എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി സന്ദീപ് ഫിലിപ്പ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ഡിയർ സ്റ്റുഡന്റ്. പോളി ജൂനിയർ പിക്ചേഴ്സിന് വേണ്ടി നിവിൻ പോളിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രം തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുകയാണ്. മലയാളം, തമിഴ്, തെലുഗു എന്നിങ്ങനെ 3 ഭാഷകളിൽ പുറത്തിറങ്ങുന്ന സിനിമയുടെ റിലീസ് പ്രഖ്യാപനം ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. വിദേശ രാജ്യത്തു നിന്നും ഈ ആഴ്ച OTT റിലീസ് പ്ലാൻ ചെയ്യുന്ന വെബ് സീരീസ് ആണ് ബ്രിഗർട്ടൺ. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ വെബ് സീരീസിന്റെ ആദ്യ ഭാഗം ജനുവരി 29 നാളെ അർദ്ധരാത്രിയിൽ 12 മണിക്ക് നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നുണ്ട്. രണ്ടാം ഭാഗം ഫെബ്രുവരി മാസം OTT റിലീസ് ചെയ്യും. അർജുൻ അശോകനെ നായകനാക്കി അദ്വൈത് നായർ സംവിധാനം ചെയ്ത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ ചത്താപ്പച്ച. ഇപ്പോഴത്തെ ചത്താപ്പച്ചയുടെ 5 ദിവസത്തെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും ചിത്രം 11,80,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3 കോടി രൂപയും, വിദേശ രാജ്യത്ത് നിന്ന് 10,20,00,000 രൂപയുമാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ലോകമെമ്പാട് നിന്നും ചിത്രം 5 ദിവസം കൊണ്ട് 25 കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 12 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ചത്താപ്പച്ച ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയെടുത്തിട്ടുള്ളത്. AR ജീവ സംവിധാനം ചെയ്ത് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും അനുപമ പരമേശ്വരൻ നായികാവേശത്തിലെത്തി ഈ ആഴ്ച റിലീസിനെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് ലോക്ക്ഡൌൺ. ചിത്രം ക്രൈം, ഡ്രാമ ജോണറിലാണ് ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ ഒരു റിലീസിംഗ് പോസ്റ്റർ മൂവി ടീം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ജനുവരി 30 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. നളൻ കുമാരസ്വാമി സംവിധാനം ചെയ്ത് കാർത്തിക്, കൃതി ഷെട്ടി എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി ജനുവരി 14 തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയാണ് വാ വാദ്യർ. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ 15 ദിവസത്തിനപ്പുറം OTT റിലീസിന് ഒരുങ്ങുകയാണ്.
ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് വാങ്ങിച്ചിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഇന്ന് അർദ്ധരാത്രിയിൽ 12 മണിക്ക്, അതായത് ജനുവരി 28-ന് വാവാദിയർ ആമസോൺ പ്രൈം വീഡിയോസ് വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. രവി മോഹൻ കേന്ദ്ര കഥാപാത്രമായി, കല്യാണി പ്രിയദർശൻ, കൃതി ഷെട്ടി എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി ഫാന്റസി ത്രില്ലർ ജോണറിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഭുവനേഷ് അർജുൻ സിനിമയായിരുന്നല്ലോ ജീനി. സിനിമയുടെ ചിത്രീകരണം നേരത്തെ തന്നെ പൂർത്തിയായതാണ്. എന്നാൽ ചിത്രം ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. വലിയൊരു ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമയുടെ ഔട്ട്പുട്ടിൽ സംവിധായകൻ തൃപ്തനല്ല എന്ന കാരണത്താലാണ് സിനിമയുടെ റിലീസ് വൈകുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം റിലീസ് ചെയ്യണോ വേണ്ടയോ എന്ന ആലോചനയിലാണ് സംവിധായകനായ കെ ഗണേഷ് ഉള്ളത്. ചിലപ്പോൾ സിനിമ OTTയിൽ ഇറക്കാൻ സാധ്യത ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട്. നിവിൻ പോളി നായകനായി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ക്രൈം ത്രില്ലർ മലയാളം സിനിമയാണ് ബേബി ഗേൾ. സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന് പ്രതീക്ഷിച്ച പോലെ ഒരു കളക്ഷൻ ഇതുവരെ തിയേറ്ററിൽ നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ മൊത്തം ലോകമെമ്പാടും നിന്നും 4 ദിവസം കൊണ്ട് 6,10,00,000 രൂപ മാത്രമാണ് ബേബി ഗേൾ കളക്ട് ചെയ്തിരിക്കുന്നത്. 14 കോടി രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ്. അതുകൊണ്ട് തന്നെ ചിത്രം ഡിസാസ്റ്റർ സ്റ്റാറ്റസിലേക്ക് പോവുകയാണ്. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടൊവിനോ നായകനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ പള്ളിച്ചട്ടമ്പി. ആക്ഷൻ ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങുന്ന സിനിമയിൽ വിജയരാഘവൻ, ഖൈദു ലോഹർ തുടങ്ങിയവരും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ മൂവി ടീം സിനിമയുടെ റിലീസ് തീയതി ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 9-ന് വിഷു സ്പെഷ്യലായി പള്ളിച്ചട്ടമ്പി തിയേറ്ററുകളിലേക്ക് എത്തുന്നതായിരിക്കും. സിനിമയുടെ ആദ്യ ടീസർ ഫെബ്രുവരി മാസത്തോടെ പുറത്തുവരും. ജീവനായകനായി കോമഡി ഡ്രാമ ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ തലൈവർ തമ്പി തലൈമയിൽ. വെറും 10 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ലോകമെമ്പാട് നിന്നും ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത് 32,70,00,000 രൂപയാണ്. തിയേറ്ററിൽ ഫൈനൽ റണ്ണിലേക്ക് അടുക്കുന്ന സിനിമയുടെ OTT റിലീസിനായാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. C5 ഇന്ത്യ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഫെബ്രുവരി മാസം പകുതിയോടെ TTT C5 വഴി OTT റിലീസ് ചെയ്യും. തളപതി വിജയ് നായകനായി H വിനോദ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ ജനനായകൻ. സിനിമയുടെ സെൻസർ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് കോടതി വിധികൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. കോടതി വിധിയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ജനനായകന്റെ റിലീസിനായി ഇനിയും ആരാധകർക്ക് കാത്തിരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ്. ഇനി ജനനായകന്റെ മറ്റൊരു അപ്ഡേറ്റ് എന്തെന്നാൽ ലോകേഷ് കനകരാജു ജനനായകൻ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ്. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി നവംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് വിലായത്ത് ബുദ്ധ. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയുടെ OTT റിലീസിനായി ഇനിയും നിരവധി ആരാധകരാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ആക്ഷൻ ഡ്രാമ ത്രില്ലർ ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ OTT റൈറ്റ്സ് സോണി ലിവ് സ്വന്തമാക്കി എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഫെബ്രുവരി മാസത്തോടെ വിലായത്ത് ബുദ്ധ സോണി ലിവ് വഴി OTT റിലീസ് ചെയ്യും. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് കത്തനാർ എന്ന സിനിമയെക്കുറിച്ചാണ്. റോജിൻ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ നായകനായി പുറത്തിറങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ മലയാളം സിനിമയാണ് കത്തനാർ. ഇപ്പോഴത്തെ സിനിമയുടെ ടീസർ അണിയറയിൽ ഒരുങ്ങുകയാണ്. സർവമായ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ സംവിധായകനായ അഖിൽ സത്യൻ കത്തനാർ ടീസർ കണ്ട് താരത്തിന്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലൻ ഗോപാലൻ നിർമ്മിക്കുന്ന കത്തനാറിന്റെ ടീസർ വരുന്ന ഫെബ്രുവരി മാസം 13-ന് റിലീസ് ചെയ്യുമെന്നൊരു ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന സിനിമയായ ആശകൾ 1000 എന്ന ജയറാം സിനിമയ്ക്ക് ശേഷമായിരിക്കും കത്തനാറിന്റെ ടീസർ ഇറങ്ങാൻ പോകുന്നത്.